നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടകൽ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ കനത്ത തിരിച്ചടിയിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്. സംസ്ഥാനത്താകെ മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇതിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയതയാണ് ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാരിനെ ജനം വെറുക്കുന്നു. ബി.ജെ.പിയുടെ അതേ അജണ്ടയാണ് CPM-നെന്നും CPM കളിച്ച ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിന്റെ ഗുണഭോക്താവാണ് BJP എന്നും സതീശൻ വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ കനത്ത തിരിച്ചടിയിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അപ്രതീക്ഷിത തിരിച്ചടിയെന്നാണ് വിലയിരുത്തൽ. ആവശ്യമായ പരിശോധന നടത്തി തിരുത്തൽ വരുത്തുമെന്നും തിരുത്തൽ വരുത്തി തിരിച്ചടിയെ അതിജീവിച്ച അനുഭവം ഉണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടി അപ്രതീക്ഷിതമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിധിയെഴുത്താണിത്. പാർട്ടിയുടെയോ LDFിൻ്റെയോ ദൃഷ്ടിയിൽപ്പെടാത്ത ചില പ്രവണതകൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചുവെന്ന് വേണം ഇപ്പോഴുണ്ടായ പ്രതീക്ഷിക്കാത്ത തോൽവിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന പാർട്ടിയുടെ നിലപാടിനെതിരെയുള്ള വിധിയെഴുത്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് AC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ ശക്തമായ തരംഗം ആഞ്ഞടിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കാത്ത ജനവിധിയാണ് ഉണ്ടായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി അംഗം MV ജയരാജൻ. BJP ഉയർത്തുന്ന വെല്ലുവിളി ജനങ്ങളിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ നടപടികളെ തുറന്നുകാട്ടി ജനങ്ങളെ മതനിരപേക്ഷത്ത് അണിനിരത്താൻ വേണ്ടിയുള്ള പരിശ്രമം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ആക്രമണ സംഭവങ്ങൾ. കണ്ണൂർ കൂന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെ പാറാട് വടിവാളുമായി CPM പ്രകടനം നടത്തി. പ്രവർത്തകർ വടിവാൾ വീശി ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും വാഹനം തകർക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് വടകര ഏറാമല പഞ്ചായത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെയുണ്ടായ ബോംബേറിൽ പ്രതിമയുടെ കൈകൾ തകർന്നു. കോൺഗ്രസ് ഓഫീസായ ഇന്ദിരാഭവന്റെ കെട്ടിടഭാഗങ്ങളും തകർന്നു. ജനകീയ മുന്നണി സ്ഥാനാർത്ഥി ഇവിടെ 3-ാം വാർഡിൽ 9 വോട്ടിന് ജയിച്ചിരുന്നു. കാസർഗോഡ് ബിടയക്കത്ത് UDF ആഹ്ലാദപ്രകടനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് CPM പ്രവർത്തകരുടെ മർദ്ദനമേറ്റു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കൊല്ലയിൽ പഞ്ചായത്തിൽ BJPയുടെ വിജയാഹ്ലാദ പ്രകടനത്തിലുണ്ടായ CPM-BJP സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഒരു സംഘം CPM DYFI പ്രവർത്തകർ BJP പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് BJP ആരോപിച്ചു. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട CPM വ്യാപകമായി ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അക്രമം കൊണ്ട് കോൺഗ്രസിനെ UDF-നെയോ തകർക്കാമെന്ന് കരുതേണ്ട. ഇനിയും ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാൽ തിരിച്ചു നൽകുമെന്നും ആയുധം താഴെവെക്കാൻ CPM തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM ഇപ്പോൾ മാറിയെന്നും VD സതീശൻ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി BJP ഭരിക്കും. 4 പതിറ്റാണ്ടായി തുടർന്ന ഇടതുകോട്ട തകർത്താണ് 50 സീറ്റുമായി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. അതേസമയം സീറ്റ് ഇരട്ടിയാക്കി UDF വൻ മുന്നേറ്റമുണ്ടാക്കി. മുൻ DGP R ശ്രീലേഖയും KS ശബരിനാഥും VV രാജേഷും ഉൾപ്പെടെ പ്രമുഖർ ജയിച്ചു കയറി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെങ്കോട്ട തകർത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തതിന് പിന്നാലെ പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നന്ദി തിരുവനന്തപുരം എന്നാണ് പ്രധാനമന്ത്രി Xൽ കുറിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA സഖ്യത്തിന് ലഭിച്ച ഭൂരിപക്ഷം കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമാണ്. സംസ്ഥാനത്തിന്റെ വികസന അഭിലാഷങ്ങൾ നിറവേറ്റാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFിന്റെ മികച്ച വിജയത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. UDFിൽ വിശ്വാസം അർപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങൾക്ക് സല്യൂട്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ ഫലം UDFിൽ വളർന്നു വരുന്ന ആത്മവിശ്വാസത്തിന്റെ വ്യക്തമായ സൂചനയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരുമെന്നും വിജയം സാധ്യമാക്കിയ നേതാക്കൾക്കും പ്രവർത്തകർക്കും നന്ദിയുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കിഴക്കമ്പലം മോഡൽ സംസ്ഥാനം മുഴുവൻ വ്യാപിക്കാനിറങ്ങിയ 2020 ഭരണത്തിലിരുന്ന 4 പഞ്ചായത്തുകൾ കുന്നത്തുനാടും മഴുവന്നൂരും കൈവിട്ടു. ഐക്കരനാട് പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളും ജയിച്ചതും തിരുവാണിയൂരിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതും നേട്ടമായി പറയാം. സാബു M ജേക്കബിന്റെ പഞ്ചായത്ത് കിഴക്കമ്പലത്ത് അവസാന ഘട്ടം വരെ കടുത്ത മത്സരമാണ് നേരിട്ടത്. കഴിഞ്ഞ തവണ ഒരു വാർഡ് മാത്രം നഷ്ടമായെടുത്ത് ഇത്തവണ ജയിച്ചത് 21-ൽ 15 എടുത്ത് കഴിഞ്ഞ തവണ ജയിച്ച വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഇത്തവണ കൈവിട്ടു. കുന്നത്തുനാട്ടിലെ LDFും UDFും 2020-ക്കെതിരെ ഒന്നിച്ചെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ്. 2020 സ്ഥാനാർത്ഥിക്കെതിരെ എല്ലായിടത്തും അവന്മാരെ നിർത്തി 2 പഞ്ചായത്തിൽ നഷ്ടമാകാൻ കാരണം ഈ മുന്നണിയാണ്. പുതുതായി മത്സരിച്ച ഫലങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും ജനവിധി സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുവെന്നും പണാധിപത്യം കൊണ്ട് വിലക്കെടുത്തതെന്നും സാബു M ജേക്കബ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം കൈവരിച്ചാൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. ജനങ്ങൾ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ വിധിയെഴുത്താണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സർക്കാരിന്റെ വിലയിരുത്തലാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടങ്ങളിലും UDFന് മുന്നേറ്റമുണ്ടായി. അധികാരത്തിലിരിക്കുന്നതിനേക്കാൾ ശക്തി ജനങ്ങൾക്കാണെന്ന് തെളിഞ്ഞു. ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ടെന്നും ഷാഫി പറമ്പിൽ രേഖപ്പെടുത്തി.
കേരളത്തിലെ തദ്ദേശ ഫലത്തിൽ പ്രതികരിച്ച് തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ രംഗത്ത്. സംസ്ഥാനത്താകെയുള്ള UDFിൻ്റെ മികച്ച വിജയത്തെ അഭിനന്ദിച്ച തരൂർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ ചരിത്ര വിജയത്തെ അഭിനന്ദിക്കാൻ മടികാട്ടിയില്ല. ജനങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുക എന്നാണ് ഫലം കാണിക്കുന്നതെന്നും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് തലസ്ഥാനത്തടക്കം ദൃശ്യമായെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് NDA മിന്നും ജയം നേടിയതിന് പിന്നാലെ ശശി തരൂർ MPക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. MPയുടെ നിലപാട് ഫലത്തെ സ്വാധീനിച്ചിരിക്കാമെന്നും കോൺഗ്രസ് MPയാണ് എന്നത് തരൂർ മറക്കുന്നുവെന്നും തരൂർ ലക്ഷ്മണരേഖ കടക്കുന്നുവെന്നും PJ കുര്യൻ വിമർശിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടാനിരിക്കുന്ന ആവേശ വിജയത്തിൻ്റെ അർത്ഥപൂർണ്ണമായ കാഹളമാണ് ഈ മുന്നേറ്റമെന്ന് KK രമ MLA. TPയുടെ നേതൃത്വത്തിൽ ഉയർത്തിയ നേരിൻ്റെ ചമ്പാതകൾ കൂടുതൽ ഉയരത്തിൽ പാറിക്കളിക്കുന്ന ചരിത്രപരമായ ജനവിധി നൽകി ജനതയ്ക്ക് ഹൃദയ അഭിവാദ്യങ്ങൾ എന്നും KK രമ കുറിച്ചു. കോഞ്ചിയത്തും ജനപക്ഷ വികസനത്തിനും വലിയ അംഗീകാരമാണ് ജനം നൽകിയിരിക്കുന്നതെന്നും KK ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഇടുക്കി ജില്ലയിലെ തകർപ്പൻ വിജയം നേടിയ UDFിന് മുൻ MLA EM അഗസ്തിയുടെ പരാജയം നാണക്കേടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ നിന്ന് സർക്കാർ പാഠങ്ങൾ പഠിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI വിട്ട് കോൺഗ്രസ് ചേർന്ന് മത്സരിച്ച ശ്രീനാദേവി കുഞ്ഞമ്മ വിജയിച്ചു. 196 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ പള്ളിക്കൽ ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയ ശ്രീനാദേവി കുഞ്ഞമ്മ ജയിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ LDFിൻ്റെ കനത്ത തോൽവിയിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ CPM കൗൺസിലർ ഗായത്രി ബാബു. ഫേസ്ബുക്കിലൂടെയാണ് വിമർശനം. ജനകീയത ഇല്ലാതാക്കിയ തിരിച്ചടിയായെന്നും കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസിൻ്റെ മേയർ മാറ്റിയെന്നും പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവവും അധികാരത്തിൽ താഴെയുള്ളവരോട് പുച്ഛവും വിനയായെന്നുമാണ് ഗായത്രി ബാബുവിൻ്റെ വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞടിച്ചിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരോക്ഷ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ജന B. സാജൻ. കളയേണ്ടത് കളഞ്ഞപ്പോൾ കിട്ടേണ്ടത് കിട്ടിയെന്നാണ് സജ്ജന കുറിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി വന്നു മുതൽ പുറത്താക്കണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ച നേതാവാണ് സജ്ജന. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.